എനിക്ക് ഏറ്റവും അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്ന് അവരുടെ പ്ലാനിങ് തന്നെയാണ്. അവരുടെ ഇപ്പോൾ ഒരു പരിപാടികളിൽ പങ്കെടുക്കുന്നത് തൊട്ട് അവരുടെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് വരെയുള്ള ഒരു മൈക്രോ പ്ലാനിങ്, അത് പല രാഷ്ട്രീയക്കാരും വളരെ വിദഗ്ധമായി ചെയ്യുന്ന ഒന്നാണ്. രണ്ട്, അവർക്ക് ജനങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അത് പലപ്പോഴും നമ്മൾ കണ്ടുപഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഇലക്ഷന് തീർച്ചയായിട്ടും നിന്ന് വോട്ട് നേടേണ്ട ആളുകളാണ്. എന്നിരുന്നാലും അവർക്ക് ജനങ്ങളുമായിട്ട് അവർ സംവദിക്കുന്നത് എങ്ങനെയാണ്, പ്രശ്നങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത്, എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ബ്യൂറോക്രാറ്റിനും തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് പറ്റും, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാനായിട്ട് പറ്റും. മൂന്ന്, അവർ ചെയ്യുന്ന ഹോംവർക്കാണ്. അതായത് പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ആണെങ്കിലും രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രശ്നത്തെപ്പറ്റി വളരെ അവധാനതയോടുകൂടി തന്നെ പഠിച്ചു വരുന്ന പല രാഷ്ട്രീയക്കാരുമുണ്ട്. അപ്പോൾ അവരെ ചെയ്യുന്ന ഒരു ഹോംവർക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിലും എനിക്ക് തോന്നുന്നു പഠിച്ചാൽ മാത്രമേ പെട്ടെന്നൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകാൻ പറ്റുള്ളൂ. മറ്റൊന്ന് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് എത്ര ദുർഘടമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ, അത് ഏറ്റവും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കാനായിട്ടുള്ള ഒരു കഴിവും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാരിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കുറേയേറെ ക്വാളിറ്റീസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും.